ക്രഞ്ച് ദ നമ്പേഴ്സ്. സോഹോ പേറോളിൻ്റെ ഈ ഒരു സെഷനിൽ എങ്ങനെയാണ് ഒരു എംപ്ലോയിനെ ആഡ് ചെയ്യുന്നത്, അതേപോലെ ആ എംപ്ലോയിൻ്റെ സാലറി സ്ട്രക്ചർ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് എംപ്ലോയീസ് എന്നുള്ള മൊഡ്യൂളിൽ വന്നിട്ട് ആഡ് എംപ്ലോയി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ നമ്മൾ എംപ്ലോയിൻ്റെ നെയിമാണ് കൊടുക്കേണ്ടത്. എംപ്ലോയിൻ്റെ ഐ ഡി ഉണ്ടെങ്കിൽ നമുക്ക് ഐ ഡിയും കൂടെ കൊടുക്കാം. ദെൻ ഡേറ്റ് ഓഫ് ജോയിനിങ് ആണ് കൊടുക്കുക. അടുത്ത് വന്നിട്ട് അവരുടെ മെയിൽ ഐ ഡി ആണ്. മെയിൽ ഐ ഡി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡമ്മി മെയിൽ ഐ ഡി ആണെങ്കിൽ നമുക്കിവിടെ കൊടുക്കാനായിട്ട് പറ്റും. ഫോൺ നമ്പർ കൊടുക്കുക. അതിനുശേഷം ജെൻഡർ സെലക്ട് ചെയ്യുന്നു. വർക്ക് ലൊക്കേഷനും അതേപോലെ തന്നെ ഡെസിഗ്നേഷനും കൊടുക്കുക. ഒരു ന്യൂ ഡെസിഗ്നേഷൻ ഇവിടെ ആഡ് ചെയ്യാനായിട്ടും നമുക്ക് പറ്റും. സേവ് ചെയ്യുന്നു. ഡിപ്പാർട്ട്മെൻറ്റും നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. സേവ് ചെയ്യുന്നു. അടുത്തത് വന്നിട്ട് എംപ്ലോയിക്ക് പി എഫ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ പി എഫ് ഇനേബിൾ ചെയ്തിട്ട് അതേപോലെ തന്നെ ഒരു നമ്പർ ഇവിടെ കൊടുക്കാം. UAN നമ്പർ ഇവിടെ കൊടുക്കാം. ദെൻ ESIൻ്റെ നമ്പറും നമ്മളിവിടെ കൊടുക്കുന്നു. പ്രൊഫഷണൽ ടാക്സ് ഉണ്ട്. ഇത്രയും കൊടുത്തിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നമ്മളോട് ചോദിക്കുന്നത് സാലറി ടെംപ്ലേറ്റ് ആണ്. സാലറി ടെംപ്ലേറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ഞാൻ പ്രീവിയസ്ലി ചെയ്തിരുന്നു. അതേപോലെ തന്നെ നമ്മൾ എക്സലിൽ ചെയ്ത് വെച്ചേക്കുന്ന ആ സാലറി ഷീറ്റാണ് നമ്മൾ ഇനി ഇവിടേക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ടെംപ്ലേറ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുക ഈ എംപ്ലോയിക്ക് PF മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ PF ESI ഉണ്ടോ എന്നുള്ളത്. PF ESI ഉള്ളത് കൊണ്ട് ഇവിടെ PF ആൻഡ് ESI എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ചോദിക്കുന്നുണ്ട് ഈ ടെംപ്ലേറ്റ് ആയിരിക്കും ഇവർക്ക് അപ്ലിക്കബിൾ ആവുക എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ യെസ് കൊടുക്കുന്നു. അടുത്തത് വന്നിട്ട് ആനുവൽ CTC ആണ് കൊടുക്കേണ്ടത്. അത് നമ്മൾ എക്സൽ ഷീറ്റിൽ ഫില്ല് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു CTC നമ്മളിവിടെ എടുത്ത് പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ബേസിക് പേ നമ്മൾ കൊടുത്തിരിക്കുന്നത് 10,000 ആണ്. അതിനുശേഷം വന്നിരിക്കുന്നത് ഡിയർനെസ് അലവൻസ് ആയിട്ട് 5,000 വന്നിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ 17,348 വന്നിരിക്കുന്നത്. ഇനി നമ്മൾ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു. അടുത്തത് വന്നിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കൊടുക്കേണ്ടത്. ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഏജ് വരും ഓട്ടോമാറ്റിക്കായിട്ട്. ഫാദറിൻ്റെ നെയിം നമ്മളിവിടെ കൊടുക്കുന്നു. പാൻ നമ്പറും അതേപോലെ തന്നെ അഡ്രസ്സും ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തിട്ട് അടുത്തത് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ സാലറി ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ക്യാഷിൻ്റെ എൻട്രി ആയിരിക്കും പോസ്റ്റ് ആവുക. ഇനി ബാങ്ക് അക്കൗണ്ടിലാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എംപ്ലോയിൻ്റെ അക്കൗണ്ട് നമ്പറും IFSC കോഡും ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നു. നമ്മൾ ആഡ് ചെയ്ത എംപ്ലോയിനെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അനിൽ P എന്നുള്ള എംപ്ലോയിനെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ സാലറി സ്ട്രക്ചർ നമുക്കിവിടെ സാലറി ഡീറ്റെയിൽസിൽ കാണാനായിട്ട് പറ്റും.